ജനങ്ങൾക്ക് വേണ്ടി പട നയിച്ചവൻ, പോരിന് മുന്നിൽ നിന്നവൻ, പൂക്കി മുഖ്യമന്ത്രി. സംഭവം നല്ല PR വർക്കൊക്കെ ആയിരുന്നതുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയെ കുറിച്ചുള്ള വിശേഷണങ്ങളെല്ലാം ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞോടുകയായിരുന്നല്ലോ. പക്ഷേ എത്രയൊക്കെ ഒളിപ്പിച്ചു വെച്ച് ചിരിച്ചാലും ഇടയ്ക്കിടയ്ക്ക് ശരിക്കുള്ള ഉള്ളിലിരിപ്പ് അങ്ങ് പുറത്തു വരും. കഴിഞ്ഞ ദിവസം നിയമസഭയിൽ കണ്ടതും അതാണ്. പാവം മയക്കിനറിയില്ലല്ലോ മുഖ്യമന്ത്രി അടക്കം പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ ഉച്ചത്തിൽ കേൾപ്പിക്കരുതെന്ന്. കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി അനുവദിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മൂലം വള്ളംകളി ദിവസം കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ച് തീരുമാനിക്കുന്നു. ഒരവധിയല്ലേ MLA ചോദിച്ചത്? പരിശോധിക്കാം, നടത്തിത്തരാം എന്നൊക്കെ എഴുന്നേറ്റ് നിന്ന് നുണ പറഞ്ഞിട്ട് നോക്കിയിരുന്നു എന്ന മട്ടിലൊരു ഡയലോഗും. ഇതൊന്നും മുഖ്യമന്ത്രിയുടെ കുസൃതികളായി കാണാൻ കഴിയുന്നതല്ല. ഇതിനെ ശരിക്കും അഹങ്കാരം എന്നാണ് പറയുക. ഇവിടെ തീരുമാനങ്ങൾ എടുക്കാൻ ഞാനുണ്ട്, ഞാൻ മതി എന്ന തീർത്തും ഏകപക്ഷീയമായ രീതിയാണ് മുഖ്യമന്ത്രി കസേരയിൽ കയറിയത് മുതൽ VD സതീശൻ പിന്തുടരുന്നത്. ഘടകകക്ഷികളോടോ നേതാക്കന്മാരോടോ എന്തിന് സ്വന്തം മന്ത്രിസഭയിലെ മന്ത്രിമാർ പോലും മുഖ്യമന്ത്രിയുടെ തീരുമാനങ്ങൾ അറിയുന്നില്ല. അല്ല, എങ്ങനെ അറിയാന്? എല്ലാം ഒറ്റയ്ക്ക് തീരുമാനിച്ച് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയല്ലേ. തിരിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ നിലപാട് മാറ്റും. ഇവിടെ ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നതും കോൺഗ്രസ് തന്നെയാണ്. സർക്കാർ നയവും പ്രധാന തീരുമാനങ്ങളും ഏകപക്ഷീയമായി തീരുമാനിക്കുന്നതിൽ മുസ്ലിം ലീഗ് കടുത്ത അതൃപ്തി അറിയിച്ചിരിക്കുകയാണ്. PM ശ്രീ, വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി ഇളവ്, കരിമണൽ, അങ്ങനെ കുറെ ഉണ്ടല്ലോ. VD സതീശനെ മുഖ്യമന്ത്രി കസേരയിൽ കയറ്റാൻ അഹോരാത്രം പരിശ്രമിച്ച ലീഗിനിട്ട് തന്നെ PM ശ്രീയും മദ്യനയവും പ്രഖ്യാപിച്ച് സതീശൻ പണികൊടുത്തു. PM ശ്രീയിൽ തുടങ്ങിയതാണ് ലീഗിന്റെ സങ്കടം. പ്രതിപക്ഷത്തിരുന്നപ്പോൾ PM ശ്രീയെ മുസ്ലിം ലീഗ് ശക്തമായി എതിർത്തിരുന്നു. എന്നിട്ടോ IUMLന്റെ 5 മന്ത്രിമാരിൽ ഒരാളായ വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ ഇപ്പോൾ പദ്ധതിയുടെ നടത്തിപ്പ് പരിശോധിക്കുന്ന മന്ത്രിസഭാ സമിതിയുടെ കൺവീനറാണ്. UDFന്റെ പ്രഖ്യാപിത നയം മദ്യവർജനമാണെന്ന് പറഞ്ഞിരുന്ന ലീഗിനെയാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത്. ഇതിൽ സമസ്ത മുതൽ മുജാഹിദ് വിഭാഗങ്ങൾ വരെ സർക്കാരിനെതിരായി എത്തിയിട്ടുണ്ട്. മുൻ നിലപാടുകൾ കാറ്റിൽ പറത്തി മദ്യവ്യാപനത്തിന് സർക്കാർ ഒത്താശ ചെയ്യുന്നുവെന്ന് ലീഗ് പറയാതെ പറയുകയാണ് ഇപ്പോൾ. മുഖ്യമന്ത്രി നിലപാട് മാറ്റണമെന്ന അഭിപ്രായം ലീഗിലെ വലിയൊരു വിഭാഗത്തിനുണ്ട്. പക്ഷെ തൽക്കാലം പരസ്യമായ പ്രസ്താവന വേണ്ട, അടിയന്തരമായി UDF യോഗം ചേരണമെന്നാണ് ഇപ്പോഴത്തെ ആവശ്യം. തിരഞ്ഞെടുപ്പിൽ VD സതീശന് ഏറ്റവും വലിയ പിന്തുണ നൽകിയവർക്ക് തന്നെ ഇപ്പോൾ ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇനിയും വരാൻ കിടക്കുന്നതേ ഉള്ളൂ അഹങ്കാരം തലയ്ക്ക് പിടിച്ച മുഖ്യമന്ത്രിയുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ.